റേഷൻ അരി കൊണ്ട് ഒട്ടും കുഴയാതെ തന്നെ ഒരു പെർഫെക്റ്റ് കുക്കർ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം 1/2 ഗ്ലാസ് റേഷൻ അരി കഴുകി മാറ്റി വെക്കുന്നുണ്ട്. സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പകുതി തക്കാളി ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും, 1/2 ടേബിൾ സ്പൂൺ ഉപ്പും, പകുതി നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്ന് ചതച്ച് മാറ്റി വെക്കണം. പച്ചമുളക് ഒരുപാട് എടുക്കരുത്. അതൊന്ന് ചതച്ച് മാറ്റി വെച്ചതിന് ശേഷം കുക്കർ അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം മസാലകളൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് സവാളയാണ്. സവാളയെല്ലാം ചേർത്തതിന് ശേഷം അതൊന്ന് വഴണ്ടി വരാനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് ഇതേ സവാളയൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. തക്കാളിയും കൂടെ ചേർത്ത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളിയൊക്കെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തവിയുണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പുതിനയും മല്ലിയിലയും അരിഞ്ഞതാണ് ചേർക്കേണ്ടത്. അതും കൂടെ ചേർത്ത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ചിക്കൻ മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ മസാലയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം എൻ്റെ കുക്കർ ചെറുതായതുകൊണ്ട് എല്ലാം കൂടെ ഇടാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുക്കർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെച്ച് 4 വിസിൽ അടുപ്പിച്ചാണ് എടുത്തേക്കുന്നത്. 4 വിസിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോ കാണാമേ.